ജെയ്സൺ ശ്യാമോളപ്പിൽ ചേരുന്നു നമുക്കൊപ്പം. ജെയ്സൺ, രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രശ്നമാണ് അല്ലാത്ത പക്ഷം ജയിച്ചേനെ, ഭരണവിരുദ്ധ വികാരം അനുകൂലമായി മാറിയേനെ എന്നൊക്കെ പറഞ്ഞ പലതരത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ പാർട്ടി നേതൃത്വം അതിനെ പൂർണ്ണമായും തള്ളുകയാണോ? സുജിയ, പ്രധാനമായും പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ ചേലക്കരയിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാവുന്നത്. രമ്യ ഹരിദാസിനെ മാറ്റി നിർത്തി മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ചേലക്കരയിലുണ്ട്. മാത്രവുമല്ല, പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ആ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും തിരഞ്ഞെടുപ്പിന്റെ പാതിഘട്ടം കടന്നിരിക്കും. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസ് മാത്രമാണ് അവിടുത്തെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നതെന്നാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ വികാരങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ തുടർന്നു വരുന്നതാണ്. രമ്യ ഹരിദാസ് MP ആയതിനു ശേഷം തുടർന്നു വരുന്ന പ്രാദേശികമായ എതിർപ്പുകളും വിമർശനങ്ങളുടെയും തുടർച്ചയെന്ന് വേണം ഇതിനെ കാണാൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നേതാക്കളെത്തി ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർത്തതായിരുന്നു. പക്ഷേ പരാജയപ്പെട്ടപ്പോൾ ആ പറഞ്ഞു തീർത്ത കാര്യങ്ങളെല്ലാം വീണ്ടും പൊങ്ങി വരുന്നു എന്നത് മാത്രമാണ്. ഇതിനെ നിഷേധിച്ചുകൊണ്ടെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ രംഗത്തെത്തി. ഏതായാലും രമ്യ ഹരിദാസ് വരുന്ന 1.5 വർഷവും അവിടെ തന്നെ നിന്ന് തുടർന്ന് പ്രവർത്തിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവിടെ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല. അതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ നൽകുന്ന സൂചന. ഇപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ അക്കാര്യം സൂചിപ്പിച്ചു. അടുത്ത തവണ ഞങ്ങൾ പിടിക്കുമെന്നത് അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചേലക്കര പോലെ അത്രയേറെ CPM അടിത്തറയുള്ള 1996 മുതൽ ഒരു രീതിയിലും അനങ്ങാത്ത, ഒരിക്കലും ഇളകാത്തൊരു കോട്ടയായ LDFന്റെ കോട്ടയിൽ K രാധാകൃഷ്ണൻ പിടിച്ച 40,000 വോട്ട് താഴേക്ക് കൊണ്ടുവന്ന് 12,000-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അവരുടെ വിജയമായി തന്നെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണാം എന്ന സൂചന കൂടി നൽകുന്നത്. ഏതായാലും ഈ മുറിവുറിപ്പുകളെല്ലാം പരസ്യമായി പറയാൻ ആരും തയ്യാറല്ല. വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ച പുറത്തേക്ക് വന്നെന്ന് മാത്രമാണുള്ളത്. പക്ഷേ ആ ഒരൊറ്റ നേതാവ് പോലും പരസ്യമായ ഇത്തരം ഒരു പ്രതികരണത്തിന് വന്നില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഏറെ ആശ്വാസകരമായ കാര്യം. രമ്യയുമായി ഉണ്ടായ കഴിഞ്ഞ കാലങ്ങളുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളോടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ചർച്ച നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം